കാനഡ അടുത്തിടെ എക്സ്പ്രസ് എൻട്രി ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഇത് ജോലിക്കായി കാനഡയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സ്ഥിരതാമസത്തിന് ആരാണ് യോഗ്യരെന്ന് തീരുമാനിക്കാൻ കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം എന്ന സ്കോറിംഗ് രീതിയാണ് ഉപയോഗിക്കുന്നത്. മുമ്പ് ഒരു ജോലി ഓഫർ ലഭിക്കുന്നത് വഴി ഉദ്യോഗാർത്ഥികൾക്ക് അധിക പോയിന്റുകൾ നേടാമായിരുന്നു. ഇത് സ്ഥിരതാമസത്തിന് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. എന്നാൽ ഡിസംബർ 23 മുതൽ ജോലി ഓഫറുകൾക്ക് ഈ അധിക പോയിന്റുകൾ നൽകുന്നത് കാനഡ നിർത്തി. നേരത്തെ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഡിസംബർ 23-ന് കനേഡിയൻ സർക്കാർ പ്രസിദ്ധീകരിച്ച വാർത്താക്കുറിപ്പോടെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇമിഗ്രേഷൻ പ്രക്രിയയിലെ തട്ടിപ്പ് തടയുന്നതിനും കുറയ്ക്കുന്നതിനുമാണ് ഈ മാറ്റം ഉദ്ദേശിച്ചതെന്നാണ് സർക്കാർ പറയുന്നത്. രാജ്യത്തിന് ആവശ്യമായ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കുന്നതിനോടൊപ്പം തട്ടിപ്പ് കുറയ്ക്കുക എന്നതാണ് ഇമിഗ്രേഷൻ സംവിധാനത്തിലെ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് കാനഡയുടെ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞു. കാനഡയുടെ വിജയത്തിൽ കുടിയേറ്റം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും എല്ലാവർക്കും നല്ല ജോലികൾ, പാർപ്പിടം, അഭിവൃദ്ധി പ്രാപിക്കാനുള്ള പിന്തുണ എന്നിവ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥിരതാമസത്തിനായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത മെച്ചപ്പെടുത്തുന്നതിനായി ഉപയോഗിച്ചിരുന്ന ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്സ് രേഖകൾ ആളുകൾ നിയമവിരുദ്ധമായി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് തടയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഫെഡറൽ സ്കിൽഡ് വർക്ക് പ്രോഗ്രാം, ഫെഡറൽ സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാം, കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പ്രൊവിഷൻസ് നോമിനി പ്രോഗ്രാമിൻ്റെ ചില ഭാഗങ്ങൾ തുടങ്ങിയ പ്രോഗ്രാമുകളിലൂടെ സ്ഥിരതാമസത്തിനായി ആളുകൾ അപേക്ഷിക്കുന്ന പ്രധാന മാർഗമാണ് കാനഡയുടെ എക്സ്പ്രസ് എൻട്രി സിസ്റ്റം. സ്ഥിരതാമസത്തിന് യോഗ്യതയുള്ള ആളുകൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു പ്രൊഫൈൽ സൃഷ്ടിച്ച് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പതിവ് സെലക്ഷൻ റൗണ്ടുകളിൽ ഉയർന്ന സ്കോറുകൾ ഉള്ളവരെ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ കനേഡിയൻ സർക്കാർ ക്ഷണിക്കും. ശേഷം ഉദ്യോഗാർത്ഥികൾ അവരുടെ അപേക്ഷകൾ സമർപ്പിക്കും. ഇത് ഉദ്യോഗസ്ഥർ അവലോകനം ചെയ്തതിനു ശേഷമാണ് PR നൽകുന്നത്. ഈ മാറ്റങ്ങൾ ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്കോ US-ലേക്കോ എളുപ്പത്തിൽ കുടിയേറാൻ ശ്രമിക്കുന്നവരെ ബാധിക്കും. കാനഡ ജോലി ഓഫറുകൾക്ക് അധിക CRS പോയിന്റുകൾ നൽകുന്നത് നിർത്തുമ്പോൾ എക്സ്പ്രസ് എൻട്രി സിസ്റ്റം വഴി സ്ഥിരതാമസത്തിന് അപേക്ഷിക്കുന്ന ആളുകളെ ഇത് ബാധിക്കും. കാനഡയിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവരെയും ഇത് ബാധിക്കപ്പെട്ടേക്കാം. നിലവിൽ എക്സ്പ്രസ് എൻട്രി പൂളിൽ ജോലി ഓഫറുള്ള എല്ലാവർക്കും പുതിയ നിയമം അവതരിപ്പിച്ചതിന് ശേഷം പൂളിൽ ചേരുന്നവർക്കും ഈ മാറ്റം ബാധകമായിരിക്കും. സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ ഇതിനകം ക്ഷണം ലഭിച്ച ആളുകളെ പുതിയ നിയമങ്ങൾ ബാധിക്കില്ല. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയിലേക്ക് ഇതിനകം PR അപേക്ഷ സമർപ്പിച്ച് അപേക്ഷ പ്രോസസ്സ് ചെയ്യുന്നതിനായി കാത്തിരിക്കുന്നവർക്കും പുതിയ നിയമം ബാധകമാകില്ല. ഏതു രീതിയിലായാലും വിദേശത്ത് പോകുന്നവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആ രാജ്യത്തെ PR അഥവാ പെർമനന്റ് റെസിഡൻസി. ഇതിൽ തന്നെ മലയാളികൾ പെർമനന്റ് റെസിഡൻസിക്കായി തിരഞ്ഞെടുക്കുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നാണ് കാനഡ. ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് സ്ഥിരതാമസക്കാരാകാനും അവിടെ PR കാർഡ് നേടാനും ശ്രമിക്കുന്നത്. കുടിയേറ്റ നിയന്ത്രണത്തിന് കാനഡ വൻ പദ്ധതികളാണ് അടുത്തിടെയായി നടപ്പിലാക്കി വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് പഠനാനുമതി, വിസ, മാർക്ക്, ഹാജർ ഉൾപ്പെടെയുള്ള നിർണായക രേഖകൾ സമർപ്പിക്കാൻ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ ആവശ്യപ്പെട്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സ്റ്റുഡൻറ് ഡയറക്റ്റ് സ്ട്രീം അടിയന്തരമായി അവസാനിപ്പിക്കുന്നതായി IRCCC പ്രഖ്യാപിച്ചതും. വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള കാനഡയുടെ പുതിയ നീക്കത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളോട് രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും കാനഡ കുറച്ചുകൂടി കർശനമാക്കിയിട്ടുണ്ട്. കാനഡയുടെ പുതിയ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളെയും കടുത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട്.